നടത്തിപ്പുകാർ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തരാം. Other workers used to give some benefits to us. പാപങ്ങളെ മറച്ചുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ നമ്മളെ നീതിമാന്മാരാക്കി കാണിക്കാം. They might cover our sins, show us as a righteous people in front of others. നടത്തിപ്പുകാർക്കുള്ള സ്വഭാവമുണ്ട്. Some like workers, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ if they are good to us, അവരുടെ എന്ത് തെറ്റുകളും ഞങ്ങൾ മറച്ചിട്ട് അവരെ പുണ്യാളന്മാരായി കാണിക്കാനുള്ള വേലയെല്ലാം പറഞ്ഞു കൊടുക്കും. whatever the sins they do, we will cover it and show as a righteous people in front of others. If we don't like them, എന്ത് ചെയ്യും? what we'll do? അവരെ പരസ്യമായി നാറ്റിക്കാനും ഈ പാർട്ടികളും പഠിക്കത്തില്ല. Publicly we will. അതിന് ഉദാഹരണം യാക്കോബ്. There's an example in Jacob. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ when he was blessing his ദൈവേഷം ചെയ്തവനായ ശിമിയോനും ലേവിയെയും, the Simeon and Levi, അതാ ദൈവേഷം ചെയ്തു who done the will of God. സുക്കോത്തിൽ പോയി താമസിക്കാനല്ലോ നിന്നോട് പറഞ്ഞേ. God didn't ask you to stay in Sukkot. ദേശത്തിൽ പോയി താമസിക്കാൻ യാക്കോബിനെ പദ്ധനാരാം എന്ന് പറഞ്ഞു വിടുമ്പോൾ God sent you to live in the native place. സുക്കോത്തിൽ ചെന്നപ്പോൾ ഉൽപ്പത്തി 35 വായിക്കുമ്പോൾ, when Genesis 36-37, അല്ല 34-35 of Genesis, വായിക്കുമ്പോഴേ when we read, ഇടയ്ക്ക് സുക്കോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടു. he found a place called Sukkot. അവിടെ ആടുകളെ മേയ്ക്കാനും നല്ല സമൃദ്ധിയാണ്. അവിടുത്തെ ജനങ്ങൾ പാവങ്ങളായി ഇവന്മാരെ കൂടെ നിർത്തിയാൽ എല്ലാ അനുഗ്രഹവും കിട്ടുന്നൊരു തോന്നൽ. It's a very good place to put the cattle. അങ്ങനെ സ്വന്തം മകളെ own daughter, അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. and she planned to give her a marriage. ദൈവം എന്ത് പറയുന്നു? What is the word of God? നീ ചെല്ലുന്ന ദേശത്തിൽ, in the land we go, അവിടെയുള്ള ജാതികളുമായി നീ സംബന്ധം കൂടരുത്. you should not have a relationship with ഈ the പറഞ്ഞ people there. പ്രമാണത്തിന് വിരോധമായിട്ടാണ് യാക്കോബ് ചെയ്തത്. Jacob done against this law. കുറെ മടിയന്മാരായ സന്തതികളുണ്ട്. There are some slothful people. അവർക്ക് എങ്ങനെ ജീവിച്ചാലും നമ്മുടെ ചില വിശ്വാസികളും വേലക്കാരും ഒക്കെ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. Some of the workers and believers are like അവ this. എങ്ങനെ പോയാലെന്നെ, Wherever the church can go, വിശ്വാസിയോട് എങ്ങനെ പോയാലെന്നെ, wherever how the faithful can പറഞ്ഞു ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടേണ്ടത് കിട്ടണം. we need to get our benefit. ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. Some people are like this. യാക്കോബിന്റെ ബഹുഭൂരിപക്ഷം പിള്ളേരും അങ്ങനെയായിരുന്നു. And Jacob's many children are like അതുകൊണ്ട് this. അവരും കൂടെ നമുക്ക് ചുളിവിൽ മോളെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് പുട്ടടിക്കാം. And we can get the food by the money. ഇഷ്ടംപോലെ സ്ഥലം കിട്ടും, lot of land we can get. ആടുകളെ വളർത്താൻ കിട്ടും, സ്വത്ത് കിട്ടും. We can get some inheritance. കല്യാണം നടത്തിയില്ലേ, and we give this marriage. രണ്ടുപേര്, two peoples. ആരൊക്കെയാ? Who are they? ശിമിയോനും ലേവിയും. Simeon and Levi. ഇവന്മാരിങ്ങനെ സോമ്പേരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥയടിച്ച് വർത്താനം പറഞ്ഞ് ഡാംഡു അടിച്ച് ഇങ്ങനെ നടക്കുന്നവന്മാരെ ബാക്കിയല്ല. All other brothers are simply speaking and doing അപ്പോൾ അധ്വാനിക്കുന്ന രണ്ടുപേരേ ഉള്ളൂ. only two peoples are working. ശിമിയോനും ലേവിയും വയലില്ല. Simeon and Levi was in the land. They were doing the farming. പൗലോസ് പറഞ്ഞില്ലേ, what Paul says, പോലെ തുല്യ ചിത്തയോടെ ചിന്തിക്കുന്നവൻ തീമോത്തിയോസ്, അങ്ങനെ ചുരുക്കം പേരുള്ള ആ കാലത്തിൽ only few peoples are like this. എല്ലായിടത്തും വേലക്കാരിലും വിശ്വാസവും കുറച്ചു പേര് മാത്രമേ ദൈവത്തിന്റെ മനസ്സോടെ ചിന്തിച്ച് ദൈവസഭയെ വളർത്തിയെടുക്കണം, നല്ല ഇതിൽ ആ രീതി കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നു. only few peoples in the church, those who do the will of God. കുറെ വിശ്വാസികളും വേലക്കാരും എല്ലാ കാലത്തിലും ഇത് തന്നെ. ഏതാ? all other peoples, തങ്ങളുടെ കഥാകാലക്ഷേമം കഴിയണം, our profit has to be done. ഞങ്ങൾക്ക് ലാഭം കിട്ടണം. we have to get the profit. ഒരു ഫെയ്ത്ത് ഹോം ചെന്നപ്പോഴേ അവിടുത്തെ കൺവെൻഷന് കൊലയും പച്ചക്കറിയും വാങ്ങിക്കാൻ പോയി. and one of the faith home for the convention, they went to get the vegetables. അതിന്റെ കമ്മീഷൻ അടിച്ച പാർട്ടിയാണ്. and the person tried to get the commission. കൊല വാങ്ങിക്കാൻ പോയെടുത്തുനിന്ന് to get the vegetables for the convention, commission വാങ്ങിച്ചു. he took the commission. He took the commission for the vegetables. ഇങ്ങനെയുള്ള പാർട്ടികളാണ് സഭയിലെ ചില വിശ്വാസികൾ. some believers are like this. അതുപോലെ വേലക്കാരൻ ചിലരുണ്ട്, എനിക്കറിയാം. some workers are like this also. കാരണം ഇവർക്കൊന്നും വെളിപ്പാടില്ല. they don't have this revelation. സഭയെ പറ്റി ഒരു എരിവില്ല. they don't have the zealous about ഒരു തീഷ്ണതയില്ല. there is no jealousy about the doctrine. കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. they don't have other work. സോമ്പേരികളായിട്ട് ഇങ്ങനെ കഥയും പറഞ്ഞിങ്ങനെ നടക്കുക. they are just slothful and doing all this work. ശിമിയോനും ലേവിയും വയലിൽ വന്ന് അധ്വാനിച്ച് തിരിച്ചു വരുമ്പോൾ, but Simeon and Levi from the land when they come back, കാണിച്ച വൃത്തികേട് ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് മോളെ കൊണ്ട് അന്യജാതിക്കാരന് കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്നു. against the law of the God, Jacob has given her daughter to അവന്റെ രക്തം തിളച്ചു. their blood boiled. അതാണ് എരിവെന്ന് പറയുന്നത്. that is what called zeal. കർത്താവായ യേശു ആലയത്തിൽ ചെന്നപ്പോൾ, when God went to the temple, ആദായമല്ലേ profit, എല്ലാ കമ്മീഷൻ കിട്ടുന്നുണ്ട്, സഭ പുരോഗമിക്കുന്നുണ്ട്, സഭയിലെ ബിൽഡിംഗ് കൂടുതൽ കിട്ടുന്നുണ്ട്, വലിയ ടൈൽസ് ഇടുന്നുണ്ട്, റോഡിൽ കൂടെ ടൈൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. big construction is happening in the temple. we need money. അപ്പോ കാശാണ് വിഷയം. the money is the matter. covetousness, root of all the evil. യേശു വന്നപ്പോൾ എന്റെ പിതാവിന്റെ ആലയം നിന്റെ കച്ചവട സ്ഥലം എല്ലാം ചാട്ടിയെടുത്തു. Jesus took the whip. യേഹു അഭിഷേകം വന്നപ്പോൾ അവന്റെ വൈരാഗ്യം, Yehu, the zeal when he, വിശുദ്ധിക്കുള്ള വൈരാഗ്യം, the zeal for the holiness. അതുപോലെ എലിയാസന്റെ മകൻ ആരാ? Phinehas, the son of Eleazar. നോക്കണം, അന്യായങ്ങൾ കണ്ട ദൈവത്തിന്റെ പദ്ധതി കണ്ടപ്പോൾ, when he see the unrighteousness, ആ കൊച്ചുപയ്യൻ കുന്തം എടുത്തു, he took in this ox പാപത്തെ ന്യായം വിധിച്ചു. to judge the sin. ഉടനെ ദൈവം അവനോടാ പറഞ്ഞു, എലിയാസറിനോട് അഹരോനോട് പറയാത്ത,
not to the Aaron and Eleazar. നിയമം ഫിനെഹാസിനോട് സ്ഥാപിച്ചു. He told Phinehas, എന്റെ നിയമം നിന്നോടാണ്. my law is with you, അവന്റെ അപ്പനോട് നിയമം ചെയ്തില്ല. not with his father. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ In this instance, ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനും some people who give life for the സത്യത്തിന് വേണ്ടി church. ജീവൻ കൊടുക്കാൻ വരുന്ന വിശ്വാസികളെയാണ് ദൈവത്തിന് ആവശ്യം. The God wants the people who give their അങ്ങനെയുള്ള life for the വേലക്കാരെ church. ദൈവം അംഗീകരിക്കുന്നുള്ളൂ, അല്ലാത്തെല്ലാം കൂടുതലും പോകത്രേ ഉള്ളൂ. Other people will go in the group. അങ്ങനെ ശിമെയോൻ ലേവ്യനും ദൈവേഷം നടത്തി. And the Simeon and Levi has done the will of പക്ഷേ God. തന്തയ്ക്ക് പിടിച്ചില്ല. Father didn't like them. നോക്കടാ യാക്കോബിന്റെ സ്പിരിറ്റ് നോക്കി. The spirit of Jacob അവൻ ചാകാൻ നേരത്ത് പോലും യവന്മാരെ ശപിച്ചിട്ടാ and the death of his ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ശിമിയോനും ലേവ്യ സാഹസത്തിന്റെ വാളുകൾ അവന്റെ കൂട്ടത്തിലേ കൂടരെന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ടാ പോയ യാക്കോബ്. Jacob cursed Simeon and Levi in the time of death. അപ്പന്മാരും ഉണ്ട്, ചില നടത്തിപ്പുകാരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. These kind of leaders and fathers അവരുടെ ഇഷ്ടങ്ങൾ നടന്നു കിട്ടിയില്ലെങ്കിൽ if they are ദൈവേഷം ചെയ്യുന്നവരെ കൂടെ ശപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഈ കൂട്ടർക്ക് യാതൊരു മടിയും. they will curse the people who do the will of God also. എന്നാൽ But ദൈവവേദിയിലെ നിന്റെ കൂടെ ദൈവമുണ്ട്. the child of God, the God is with you. അത് നീ അറിഞ്ഞിരുന്നാൽ മാത്രം. You would understand നീ this. അതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട. You don't have to go with them. അവരല്ല നിന്നെ വിളിച്ചത്, They are not called you. അവരല്ല ദൈവം. They are not the God. അവരവരുടെ പണി നോക്കിയോട്ടെ. Let them do their work. അവന്റെ സ്വഭാവം അവർ കാണിക്കും. They will show their പക്ഷെ character. നീ ദൈവത്തിന്റെ കൂടെ ആണെങ്കിൽ, But if you are with നീ God, ദൈവത്തിന് വേണ്ടി വൈരാഗ്യം കാണിക്കുമ്പോൾ if you show the zeal for God, മനുഷ്യരെല്ലാം നിനക്കെതിരായാലും നീ പേടിക്കേണ്ട even ആവശ്യമില്ല. every man is against you, don't afraid. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായത്തില് In Genesis 49, ഇവിടെ ലേവിനെയും ശപിക്കുക ചെയ്തു. he cursed the Levi. എത്ര വാക്യത്? 49:5. എന്നാൽ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശ അവരെ കുറിച്ച് പറയുന്നു. When Moses said about them, എന്റെ വെളിപ്പാടും സത്യവും my revelation and ഭൂമിയും truth, എന്റെ ഭക്തന്മാരുടെ കയ്യിലിരിക്കുന്നു. two are there with the saints. വായിച്ചേ 33 ആവർത്തന പുസ്തകം 33 8 വായിച്ചേ. ഭക്തന്റെ പക്കലിരിക്കുന്നു. Thummim and Urim with the saint. വെളിപ്പാടും സത്യവും. The revelation and the truth സത്യ ഉപദേശം is a doctrine. സത്യം എന്ന് പറഞ്ഞാൽ Truth means doctrine. മറ്റേ റെവലേഷൻ. Revelation. അപ്പോൾ ദൈവത്തിന്റെ സത്യങ്ങൾ, വചനങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലും The revelation about the God ദൈവികമായ ഉപദേശങ്ങളും and the divine doctrine ഫലമേൽപ്പിക്കപ്പെടണമെങ്കിൽ has to be handed over. നീ ദൈവത്തിന് പ്രിയമുള്ളവരായി തീരും. You should be doing the will of അവിടെ God. നീ നടത്തിപ്പുകാരെ പ്രസാദിപ്പിച്ചു, Not pleasing the leaders, മനുഷ്യനെ പ്രസാദിപ്പിച്ചെന്ന് പറഞ്ഞാൽ pleasing the other man. ദൈവം നിന്നിൽ പ്രസാദിക്കത്തില്ല. God will not please on you. നടത്തിപ്പെന്ന് പറയുന്ന ഒന്നുണ്ട്, There is a leadership, അത് ദൈവത്തിന്റെയാണ്. that is God's. അത് നടത്തുന്ന നടത്തിപ്പുകാരും ദൈവത്തിന്റെയാണ്. The leaders also, സ്വന്തം ഇഷ്ടം കാണിച്ച് നടത്തിപ്പുകാരെന്ന് പറഞ്ഞാൽ അത് ദൈവം അംഗീകരിക്കത്തില്ല. God will accept the leaders who do their own way. നമ്മളെ ചിലര് പൊതുവെ പറയും, Some other people used to say, ഇതെല്ലാം നടത്തിപ്പാണ്, നടത്തിപ്പിനെല്ലാം അനുസരിച്ചോണം. we have to obey all the leaders. നടത്തിപ്പിനെ എതിർക്കരുത്, We should not go against the leadership. ഒഴിഞ്ഞു പോകണേ ഒഴിഞ്ഞു പോക്കോണം. We have to go away from some of the എതിർക്കാൻ things. പോയാൽ അവർ പിന്നെ വിടത്തില്ല. If you are going against them, നീ they will ഒഴിഞ്ഞ് not. ദൈവത്തിലേക്ക് പോക്കോണം. You have to escape and go to the God. അവിടെ ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, എത്രയോ പാളിച്ചകൾ നടത്തിപ്പുകാർക്ക് വരുന്നുണ്ട്. Including me, I can say many mistakes happen to leaders. ദൈവത്തിന്റെ അല്ല. It is not from God. അങ്ങനെ നടപ്പാക്കാൻ പോയത് അപകടം ഉണ്ടാകും. There will be danger if you do all those things. മനസ്സിലായോ? You have to understand. അപ്പൊ അതുകൊണ്ടാണ് റോമാലേഖനം 12 വായിക്കുമ്പോൾ Romer 12:1. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നു നീ തിരിച്ചറിയണം. The God's will which is perfect and pure, you have to understand. പറഞ്ഞാൽ പോലും Even the leaders said, അത് ദൈവഹിതമാണോ അല്ലെന്ന് അറിയാൻ നീ ദൈവസന്നിധിയിൽ പോയി ചോദിക്കണം. you have to ask in the presence of God whether it is the will of God. ദൈവം വേണ്ടത് ചെയ്തോളും. Then God will do the rest. അങ്ങനെ ദൈവത്തിൽ കൂടെ വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. Through God we have to do the things. അതുകൊണ്ട് നോക്കണം, യാക്കോബ് ശപിച്ചിട്ട് ഏറ്റില്ല. Even though Jacob cursed, it not happened. യാക്കോബ് ശപിച്ചവനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. The God chosen where Jacob cursed. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ അപ്പന്മാരുടെ അനുഗ്രഹം വലിയ കാര്യമൊന്നുമില്ല. There is no meaning in the blessing of the father. നല്ല അപ്പന്മാർ നല്ല മനസ്സോടെ അനുഗ്രഹിച്ചാൽ കിട്ടും. The good fathers blessed with a good heart, that will happen. അതിൻ്റെതായ ഒരു നന്മയുണ്ടാകും. Then we will get that blessing. പക്ഷെ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. But God has to bless us. ദൈവമായിട്ട് പറ്റലുണ്ടായിരിക്കണം. We have to have the connection with the അപ്പൊ God. യാക്കോബിന്റെ ഈ യേശാവിന് നോക്ക് എപ്പോ പോയി? When the Esau's അഭിഷേകത്താൽ, by anointing. വായിച്ച് യേശയ്യാ 10:27 വായിക്കുമ്പോൾ anointing. Yes, 10:27 of Isaiah. Destroyed by anointing. Yoke shall be on. And it shall come to pass in that day that this burden shall be taken away from thy shoulder, and his yoke from off thy neck, and the yoke shall be destroyed because of the anointing. Yoke shall be destroyed because by anointing. അപ്പൊ അഭിഷേകത്താലാണ് നീങ്ങുന്നത്. അല്ല പാസ്റ്റർമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്റെ പ്രശ്നം തീരത്തില്ല. By anointing, not by the support of the pastors. ചിലരുടെ ഇല്ലാത്ത പൊക്കി അവരെ അഡ്രസ് ഇല്ലാതാക്കി തീർക്കുന്ന നടത്തിപ്പുകാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. Some leaders used to exalt some people and take their put to another position. ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. The God will bless them.
തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ The people should like അവരെന്ത് തെറ്റ് ചെയ്താലും ശരി, whatever they do, അയ്യോ അത് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇവർ കച്ചയിറങ്ങി അവർക്ക് വേണ്ടി ഗുസ്തി അല്ലെങ്കിൽ എല്ലാ പടിയും നടക്കും. they will cover their sins. പക്ഷേ ഇപ്പം രക്ഷപ്പെടും, അടുത്തതിന് ആർക്കും രക്ഷപ്പെടുത്താതെ വെത്തിപ്പ് അകപ്പെടുകയും. They will escape now, but later on they will come. നടത്തിപ്പുകാർ ചെയ്യേണ്ടത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കും. Leaders has to say that your mistake is mistake. അതാ എന്നോടായാലും നീ കാണിച്ച തെറ്റ്, Even to me also, you അതിന് പോയി മാനസാന്തരപ്പെടാൻ പറയണം. have to repent about your mistake. അതിന് എന്നോടുള്ള സ്നേഹത്തില് Out of my love, the love with me, ആരും അറിയണ്ട കേട്ടോ, nobody has to know this. ആരും അറിയിക്കാതിരിക്കാൻ വേണ്ടി Without showing anyone, നീ തിരുവത്താഴം കൂടെ കൊടുത്തേരെ. you give Holy Communion. അപ്പൊ താൻ പറയണം, നടത്തിപ്പാരൻ പറയണ നീ അടങ്ങിയിരിക്കും, കുറച്ച് ദിവസം അടങ്ങിയിരിക്കുക. Then the leader has to say, you should not do this. തെറ്റിലാകപ്പെട്ടില്ലേ, You done a mistake. ഇപ്പൊ തൽക്കാലം പബ്ലിക്കിലൊന്നും ചെയ്യാൻ പോകണ്ട. You don't do something publicly. മനസ്സിലാവും. എന്നെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ കോഴിക്കോട് വെച്ചുണ്ടായപ്പോഴേ, When there was something mistaken about me in Kozhikode, വേറൊരു വിഷയത്തില് in another matter, സെൻട്രൽ പാസ്റ്റർ വന്നു, Center Pastor came സഭയോട് എൻക്വയറി ചെയ്തു. and he inquired about the church, in the church. അവർക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. And there was no thing like this. എന്നാലും Still ഇങ്ങനെ ഒരു വിഷയം കേട്ടതുകൊണ്ട് he had something about this, about പാസ്റ്റർ me. പറഞ്ഞ്, ചീഫ് പാസ്റ്റർ പറഞ്ഞ് തിരുവത്താഴം എടുത്തോ, Chief Pastor told, ഇപ്പൊ you can ഇന്ന് take ഈ പ്രാവശ്യം communion. തിരുവത്താഴം കൊടുക്കണ്ട. Don't give communion this time. ശരിയല്ലേ? Is that good? Not ഇനി correct? ആർക്കെങ്കിലും എന്തെങ്കിലും വിദ്വേഷ പ്രയാസമുണ്ട്, നമ്മൾ തിരുവത്താഴം കൂടി ഇളച്ച ഉണ്ടാക്കിയാലോ? Any person has some hardness with me, if I give Holy Communion, ഞാൻ they will have തിരുവത്താഴം the hindrances. കൊടുക്കാഞ്ഞുകൊണ്ട് ഞാൻ കുറ്റവാളിയാണെന്നൊരു പക്ഷെ അവർ ചിന്തിച്ചോട്ടെ. If they think, if I am not giving the communion, I done a mistake. അതോടെ നീങ്ങി പോകുന്നെങ്കിൽ പൊക്കോട്ടെ. Let it go out of me. ഇങ്ങനെയാണ് നടത്തിപ്പുകാർ തിരുത്തേണ്ടത്. This is how the leaders അല്ല, have to അവരെ ആ rectify. സമയത്ത് ആരും കാണരുത്, ആരും അവർ കുറ്റം കാണരുത്. അതുകൊണ്ട് അവരെ പുണ്യാളന്മാരെന്ന് വാഴ്ത്തി അപ്പോഴത്തേക്ക് ഇല്ലാത്തൊരു ശുശ്രൂഷ കൊടുത്ത് അവരെ മേലോട്ട് കൊണ്ടുപോയാൽ അടുത്ത തെറ്റ് വീഴ്ചയിൽ വരുമ്പോൾ ആർക്കും സഹായിക്കാൻ വയ്യാതെ വരും. So they can cover this time, but next time he will be fallen. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ And a person who don't like, ചകഞ്ഞെടുത്ത് ഇല്ലാത്തവിടെ പൊക്കി പിടിച്ച് നാട്ടുകാർ മുമ്പ് നാറ്റിക്കാനും ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷമാണ്. they will be happy about them. അവിടെയാണ് ദൈവത്തിന് പ്രയാസം. There the God അപ്പോൾ displeased them. യേശാവിന്റെ മുഖം, The yoke of Esau. അതായത് നാം നമ്മുടെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും ഇച്ഛകൾക്കും നാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായ ഒരു മുഖമാണ്. A yoke we create for our lusts and interests. അതിന് വേറെ ആർക്കും ബാധ്യതയില്ല. No one has this role in this. പാപികളായിരുന്നപ്പോൾ നമ്മുടെ മേൽ വെച്ച് നോക്കും പിശാചിൻ്റെത്. There is a yoke by sin that is from Satan. ഇവിടെ ഇപ്പോൾ നാം തന്നെയാണ്. Here ourselves is the reason for this നാട്ടിലെ yoke. മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. There is a writer, Mannam Gopalakrishnan. പുള്ളിയുടെ ഒരു പുസ്തകത്തിന് ഹെഡിങ്ങാണ് അവനവൻ കടമ്പ പൊത്തവും. His own mistake. മറ്റുള്ളവനെ കുഴിയിൽ ഇറക്കാൻ വേണ്ടി ആയിരിക്കും ഇത് കടമ്പ ഉണ്ടാക്കി വെക്കുന്നത്. They are digging for others to fall. പക്ഷെ നീ ഉണ്ടാക്കിയ കടമ്പ നിനക്കറിയത്തില്ല, രാത്രി വരുമ്പോൾ നീ അതെ തട്ടി വീഴും, The same pit you will fall. മറന്നുപോകും. Don't കാരണം remember. നിനക്കല്ലല്ലോ, മറ്റുള്ളവനല്ലോ ഉണ്ടാക്കി. It's for others. ഇത് മറ്റുള്ളവന് വേണ്ടി ഉണ്ടാക്കിയോണ്ട് നിനക്കാണെന്നൊരു ബോധ്യം വരുത്തില്ല. അപ്പൊ നീ പോയി രാത്രി തിരിച്ചു വരുമ്പോൾ അത് തട്ടി വീഴുക. The night time when you come back, you will fall in the same pit what you ആ do for പുസ്തകത്തിന്റെ others. പേരാണ് അവനവൻ കടമ്പ പൊത്തവും. താൻ തന്നെ താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുമെന്നാണ് സാക്ഷ്യവാക്യം. This is the short of that. കുഴിച്ച കുഴി താൻ തന്നെ. You dig the pit, you will fall into that. അതുകൊണ്ട് ഇതെല്ലാം ഒഴിഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. You should escape and live. അപ്പൊ ഇതാണ് യേശാവിന്റെ മുഖം. മനസ്സിലായോ? This is the yoke of നാം Esau. തന്നെ നമ്മുടെ ഇച്ഛകൾക്കും ചിന്തകൾക്കും നമുക്ക് വേണ്ടി നാം തന്നെ കുഴിച്ചെടുക്കുന്ന മുഖം. By we ourselves, with our lust, we make this അത് pit. മാറണമെങ്കിൽ If you should remove this, അതും ദൈവത്തിന്റെ അഭിഷേകത്താൽ മാത്രമേ സാധിക്കൂ. by anointing only it will happen. മൂന്നാമത്തെ മുഖം ബാബിലോൺ മുഖമാണ്. Third yoke is the yoke of Babylon. ഇസ്രായേലിനെ Israel, നോക്കണം, അവർ നിഗളികളായി, they become pride അല്ലെങ്കിൽ അവരുടെ സ്വയപ്രശംസകൾ, because of the ego. ദൈവത്തെ പ്രശംസിക്കുന്നതിന് പകരം Instead of boasting God, അവരുടെ മന്ദിരത്തെ പ്രശംസിക്കാൻ they started boasting their temple. യിരെമ്യാ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. Jeremiah 7 we see. രണ്ടാമത് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലുണ്ട്. 2 Chronicles 36 we see. യിരെമ്യാവിലെ പല അധ്യായങ്ങളുണ്ട്. In Jeremiah many chapters are അവർ there. ദൈവത്തെ മഹത്വപ്പെടുത്താതെ Without praising, glorifying തങ്ങളെ God, മഹത്വപ്പെടുത്തുക, തങ്ങളുടെ പുരോഹിതന്മാരെ പ്രശംസിക്കുക, They praise കള്ളപ്രവാചകന്മാരെ കൊണ്ടുവരിക, they praise the false prophets നല്ല മനുഷ്യരെ ഇടിച്ചു താക്കുക, and put the good peoples down. യിരെമ്യാവിനെ പോലെ ദൈവത്തിന്റെ ആലോചന കൊടുക്കുന്നവരെ പരിഹസിക്കുകയും അവരെ തരം താഴ്ത്തി കളയുക. They mock the Jeremiah who gave the counsel of God. ദൈവത്തിന് പ്രസാദമില്ലാതെ ചെയ്ത് When they do all these things against God, ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലത്തിൽ അന്യവിഗ്രഹങ്ങൾ. instead of praising or worshipping God, പെന്തിക്കോസുകാരുടെ അന്യവിഗ്രഹം എന്താ? പെന്തിക്കോസുകാരുടെ what അന്യവിഗ്രഹം. is the idols for Pentecostal? കൊലോസ്യലേഖനം 3:5 എഫെസ്യലേഖനം 5:5 വായിക്കും. Colossians 3:5, Ephesians 5:5 when we read, ദ്രവ്യാഗ്രഹവും covetousness, ദ്രവ്യാഗ്രഹവും പിന്നെ അത്യാഗ്രഹവും.
Greediness and covetousness. അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹം കയറുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ടുപോകും. When the greediness and covetousness come in, we go away from the way of the God. അതിനാൽ നമുക്കൊരു നുകം വരും. Then we will get the yoke. നോക്കണം, നമ്മൾ ലോകസ്നേഹികളായി We become the lovers of this world. അത്യാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ When we go to this greediness, എനിക്കും ലോകമനുഷ്യനെ പോലെ ആകണം. I also want to be like a എന്റെ മക്കൾ അടുത്തവന്റെ വീട്ടിലെ മക്കളെ പോലെ ആകണം. my child also should become like the child of other എന്റെ people. വീട് അവന്റെ വീടിനേക്കാൾ വലുതാകണം. My house should be bigger than his ഈ house. സ്വയ ചിന്തകളിലേക്ക്, അതുകൊണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമ്പോൾ സ്വസ്നേഹികളായി തീരും. The people should be selfish in the last times. അങ്ങനെയുള്ള സ്വസ്നേഹത്താലും Because of this selfish സ്വയം love, പ്രശംസയിലും because of the തങ്ങളെ തന്നെ self-praising, മഹിതപ്പെടുത്താലും they glorify themselves. അപ്പോൾ ഇസ്രായേലിനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകത്തിന് കീഴിൽ കൊടുത്തു. God has given the Israel into the captivity of Nebuchadnezzar. നെബൂഖദ്നേസറിന്റെ നുകം. That is the yoke of ബാബിലോണിന്റെ Nebuchadnezzar. നുകം. വായിച്ച് യിരെമ്യാ 30:8 വായിച്ച്. Jeremiah 38 യിരെമ്യാ 30:8 30:11. and 30:11. For it shall come to pass in that day, saith the Lord of hosts, that I will break his yoke from thy yoke, and will burst thy bonds, and strangers shall no more serve themselves of him. For I am with thee, saith the Lord, to save thee, though I make a full end of all nations, whither I have scattered thee yet, I will not make a full end of thee, but I will correct thee in measure, and I will not leave thee altogether unpunished. മലയാളം വായിച്ചു. ഞാൻ നിന്നെ ശിക്ഷിക്കാതെ അന്ന്. അപ്പൊ ആ നുകം ഏതാണ്? What is that yoke? യിരെമ്യാ 25:10 വായിക്കുമ്പോൾ 10:11. Jeremiah 25 70 10:11. വർഷം ബാബേലിൽ കൊണ്ടുപോയി മര്യാദ പഠിപ്പിക്കുകയാണ്. 70 years he was trained in Babylon. ട്രെയിനിങ്. മറ്റവരെ ഡിസ്ട്രോയ് ചെയ്തു. Other people has been destroyed. പ്രയോജനമില്ലാത്തവരെ അവരെ വാളിന് ഏൽപ്പിച്ചു കൊടുത്തു. Useless people has been destroyed. അതുകൊണ്ടാണ് യിരെമ്യാ 31:2 വായിക്കുമ്പോൾ Jeremiah 32. വാളിനെ തെറ്റിശേഷിച്ച് ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. The people escaped the sword, got the grace in the wilderness. 32 ഇംഗ്ലീഷ് വായിക്കാം. വാളിന് 33:2. Jeremiah 31:2. Thus saith the Lord, the people which were left of the sword found grace in the wilderness. Even Israel, when I went to പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മൾ ഈ പെന്തിക്കോസ്ത് കൂടിയുമായി വന്നെങ്കിലും Even though we got deliverance from the sin, come to this Pentecostal group, ആഗ്രഹങ്ങൾ ഇച്ഛകളുടെ പുറകെ പോകുന്നതുകൊണ്ടാണ് വേലക്കാരും വിശ്വാസികളും പിന്നെ ഈ നുകത്തടി പോകുന്നത്. we go behind our lust and get into the captivity again. അവളാണ് അവനാണ് ഇവളാണ് നടത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. We cannot blame others. രണ്ടാമതായി നമ്മളെ തന്നെ മേന്മപ്പെടുത്തി പ്രശംസിച്ച് പോകുമ്പോൾ It's not about ego and praising ours. ദൈവം ഉടച്ചു കളയും. God will break ഞാൻ it. എന്റെ പ്രതാപത്തിനായി ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ? The Babylon which I made for my majesty. ഞാൻ എന്റെ പ്രതാപവും മഹത്വവും my majesty pride. ആ ചിന്തയിലേക്ക് പോകും. If we come to this thinking, ബാബിലോണിന്റെ നുകം കയറി വീഴും. and the yoke of Babylon will come. അതാണ് ഇച്ചിരി കഷ്ടമാണ്. It's very difficult to go. ഒരു ഇഷ്ടവും നടക്കത്തില്ല. ചിലപ്പോൾ മഹാരോഗമായിരിക്കും. Then it will be a big sickness. ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോകാത്തവണ്ണം കടും രോഗങ്ങൾ കയറി പിടിക്കും. The lot of sicknesses, ailments, ചില പാപ സ്വഭാവങ്ങൾ കയറി പിടിക്കും. some sinful nature. മനുഷ്യർ നമ്മളെ വെറുക്കത്തൊക്കെ കൊണ്ട് ചില അനുഭവങ്ങളിലേക്ക് പോകും. Some we will go to experiences, people will hate അങ്ങനെ us. കുറെ കാലം പോകുമ്പോൾ And when you go in this way, അപ്പോഴാണ് വീണ്ടും ഒരു പ്രാർത്ഥനയൊക്കെ വന്ന് യിരെമ്യാ പ്രാർത്ഥിച്ച പോലെ വിടുതൽ കിട്ടും. like Jeremiah did, we do some prayer and we get the deliverance. നിങ്ങൾ കൂടുതൽ പഠിക്കണമെങ്കിൽ We want to read about that. യിരെമ്യാ 30, 31, 32, 33 ഈ അധ്യായങ്ങളെല്ലാം വായിച്ചാൽ മതി. Jeremiah 32, 33 chapters we can read. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. I will not leave you unpunished. കാരണം നമ്മൾ ഇനി വിശുദ്ധരാകണം. Because we should become a saint. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എബ്രായർ ലേഖനം 11:10 വായിക്കുമ്പോൾ Hebrew 12:10. അവന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് To receive his holiness, നമ്മെ ചില ശിക്ഷയെ കൂടെ ദൈവം നടത്തും. God will lead us through some punishment. ആ ശിക്ഷ എന്ന് പറയുന്നത് നമ്മളെ ഒരു പരിശോധനയാണ്, നമുക്ക് വേണ്ടി ഒരു ട്രെയിനിങ് ആണ്. This punishment is a kind of training. ഞാൻ പറഞ്ഞു അല്ലാത്തവരെല്ലാം ദൈവം വാളിന് ഇരയാക്കി. Other people has been destroyed by the sword. നമ്മളിപ്പോഴും ചാകാതിരിക്കുന്നതിന്റെ കാരണം Still we are not died. The reason, എന്താ കാരണം? what is the reason? വായിച്ചേ 11 Hebrews. അതെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താ? What God wants from us. എഫേസ്യർ 1:4 വായിക്കുമ്പോഴേ Ephesians 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. We should be holy and perfect in നമ്മളിപ്പോ His sight. സുവിശേഷ വേലയ്ക്ക് വന്നിട്ട് നമ്മുടെ പ്ലാൻ തെറ്റി. Even though we come to the faith ministry, നമ്മുടെ മനസ്സിനും എഫേസ്യർ എഴുതി വായിക്കുമ്പോൾ മനസ്സിനും
മനോവികാരത്തിന് ഒത്തോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുക. We started living according to mind. ദൈവഭയമില്ല. There is no fear of പിന്നെ God. പരിഹാസിലാകുക. ചുമ്മാ become തമാശ പറഞ്ഞ് mockers. പരിഹാസം പറഞ്ഞു നടക്കുക. We simply become mockers. അപ്പൊ പിന്നെ ദൈവം വേറെ ശിക്ഷയിലേക്ക് ഏൽപ്പിക്കും. And God give us to in another temptation. ഒന്നും നടക്കുന്നില്ല. Nothing will happen according to our wish. കാരണം ഉദ്ദേശിക്കുന്ന നടക്കുന്ന ഒരു ആരോഗ്യമുണ്ട്, നമ്മൾ പിന്നെ കൂടുതൽ പാപം ചെയ്യും. If we have the strength, then we will do more sin. കൂടുതൽ അഹങ്കാരം പറയും. We will show more pride. അതുകൊണ്ട് ഇപ്പോൾ പല കഷ്ടങ്ങളും ഉണ്ടാകും. Now a lot of other sufferings. അതാണ് ബാബിലോണിന്റെ തുകം എന്ന് പറയുന്നത്. That is the yoke of നാം Babylon. അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ To get His holiness, ദൈവം നമ്മെ ശിക്ഷിക്കുന്നു. God will punish us. അത് ഇരമ്യായുടെ പുസ്തകം വായിച്ച കൃത്യമായിട്ട് അറിയാം. In Jeremiah, we can see this very clearly. എന്നാൽ 70 വർഷം കഴിഞ്ഞപ്പോൾ ആ മുഖത്തിന് വിടുതൽ കിട്ടി. After 70 years, God ഇതാണ് gave a പെന്തിക്കോസ്ത് deliverance. വന്നതിന് ശേഷമുള്ള കുഴപ്പം. This is the problem when we come to Pentecostal. പെന്തിക്കോസ്തിന് കുഴപ്പമല്ല, It is not about Pentecost. നമ്മൾ തന്നെയാണ്. We ourselves, നമ്മുടെ ഇച്ഛകൾ, our lusts, നമ്മുടെ ആഗ്രഹങ്ങൾ, our interests, പിന്നെ നമ്മുടെ പ്രശംസകൾ. our pride. കർത്താവ് പറഞ്ഞ് ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുക. I will not give my glory to other. ദൈവം നമുക്ക് വരുന്ന മഹത്വം നാം നമ്മുടേതായിട്ട് എടുക്കും. The glory given by God will take it of ourselves. വിശുദ്ധന്മാരുടെ ആണെന്ന് പറഞ്ഞ് പൊക്കി പറയും. And we say we are the saints. അതെല്ലാം അവസാനത്താറില്ല. And everything will be broken. അപ്പൊ ആ മുഖം. That yoke. നാലാമതായി Fourthly, ഇസ്രായേലിന് ഉപദ്രവകാലത്തിൽ വരുന്നതായ അസൂറിന്റെ മുഖമാണ്. in the tribulation time, Israel will get into the yoke of Assyrians. യേശുക്രിസ്തു വന്ന് Jesus Christ will come. തന്റെ സഭയെ ചേർത്തതിന് ശേഷം After He take his church, അവർ ആഗ്രഹിക്കുന്ന മശിയാന്ന് പറഞ്ഞ ഒരു എതിർ ക്രിസ്തുവിനെ മശിയായി സ്വീകരിക്കും. they will accept the Antichrist as a Messiah. അപ്പോൾ അവൻ അവരുടെ മേൽ മുഖം വയ്ക്കും. And He will put a yoke upon them. കാരണം അവർ ഒറിജിനൽ മശിയായി തള്ളിയിട്ട് Because the original Messiah they അവരുടെ refused. ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കാൻ വരുന്ന ഒരു മശിയായാണ് ആര് ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത്. This Antichrist will do their mind, according to their mind. അത് അസീറിയ ദേശത്തു നിന്നായിരിക്കും വരുന്നത്. He'll come from Assyria. ഇതിനു മുൻപും ഇസ്രായേലിനെ അടിമപ്പെടുത്തിയ ഒരു ശക്തിയാണ് അസൂറിന്റെ അടിമത്തം. Earlier also, the Assyrian captivity has captured the Israelites. അങ്ങനെ ഒരിക്കൽ ഇസ്രായേലിനെ അടിമപ്പെടുത്തിയ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി 1,86,000 പേർ അസൂർ പാളയത്തിൽ നിന്ന് കൊന്നുകളഞ്ഞു. Once it happened, an angel came from heaven and he killed more than 1 lakh people. അതുകൊണ്ടാണ് ദാനിയേൽ പുസ്തകത്തിൽ വായിക്കുന്നത് 7 സാമ്രാജ്യങ്ങൾ ഉൾപ്പെട്ടവനും The peoples from 7 kingdoms, 8ാമത്തവനും the 8th one, ഈ 7 പേരിൽ ഉൾപ്പെട്ടവനും 8ാമത്തവനുമായ ഒരു സാമ്രാജ്യം കയറി വരുന്നു. there will be kingdom will come from 7th and 8th one. അപ്പൊ കഴിഞ്ഞ കാലം ഉണ്ടായ 7 സാമ്രാജ്യം ഏതാ? What are the 7 kingdoms earlier? അസീറിയ സാമ്രാജ്യം. Assyrian kingdom. അത് ശക്തിപ്പെട്ടിട്ടില്ല. It's not get strengthened. അതിന്റെ ഫൈനൽ എത്തിയിട്ടില്ലായിരുന്നു. It's not come to its final. അതിനു മുമ്പ് ദൈവം അതിനെ അടച്ചു കളഞ്ഞു. Before that, it has been quenched by വീണ്ടും God. ശക്തിയോടെ വരും. It will come back once again. പിന്നെ ബാബിലോൺ, ഗ്രീക്ക്, റോമൻ, പിന്നെ Babylon, Greek, Roman, പിന്നെ അതിന് മുമ്പ് ഈജിപ്ഷ്യൻ കിങ്ഡം, Egyptian kingdom, ഇങ്ങനെയുള്ളതായ സാമ്രാജ്യങ്ങൾ 7 വന്നിട്ടുണ്ട്. many kingdom like 7 kingdoms came. അതിലാണ് അസീറിയ. One is Assyria. ഇനി അസീറിയ ശക്തിപ്പെട്ടു വരും. Assyria once again will come back സിറിയ with power. ദേശത്തുനിന്ന് From the Syria, എതിർ ക്രിസ്തു വരും എന്നുള്ളതാണ്. the Antichrist will come. സിറിയ എന്ന് പറഞ്ഞാൽ സിറിയ ദേശം എന്ന് പറഞ്ഞൊന്നുമില്ല. It's not from Syria itself. സിറിയയിലെ ജനങ്ങൾ The people of Syria, ഇസ്രായേൽ പലായനം ചെയ്ത് യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. they migrate and go to the Europe. ഓട്ടോമൻ സാമ്രാജ്യകാലത്തും In the time of Ottoman Emperor, അതുപോലെ തന്നെ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ വാഴ്ചയിലും in the kingdom of the Mongolian, ഈ പറഞ്ഞ സിറിയ ദേശത്തു നിന്നൊക്കെ the peoples from Syria, അനേകര കുടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. many people migrated to Europe. അതിൽ ദാൻ ഗോത്രമാണെന്ന് അതിൽ പറയുന്നത്. And some people say it's a Dan അങ്ങനെ tribe. വീണ്ടും അസീറിയ ശക്തിപ്പെടും. Assyria will strengthen once ഇപ്പോൾ again. റഷ്യ യുക്രൈൻ കൂടെ കടന്ന് സിറിയയിലേക്ക് പോവുകയാണ്. The Russia through Ukraine, it will go to the Syria. ഇറാന്റെ ഇതുണ്ടല്ലോ, ഹിസ്ബുള്ള ജാതികൾ, The Hezbollahs from Iran, ടെററിസ്റ്റുകൾ, അവിടെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. they will get strengthened there. ഹമാസിനെ ഒതുക്കിയെങ്കിലും Even though Hamas is taken off, ഹിസ്ബുള്ള ഇപ്പോഴും ശക്തിയോടെ നിൽക്കുകയാണ്. Hezbollah is still strong. ഇതെല്ലാം ചേർന്ന് They all together, വീണ്ടും അസീറിയ എന്ന് ഒരുത്തൻ എഴുന്നേൽക്കും. one person will come, rise from Assyria. ബുദ്ധിയുള്ളവൻ, He is very wise person. അവൻ യഹൂദന്റെ ഒരു വംശത്തിൽപ്പെട്ടവനായിരിക്കും എന്നാണ് അവർ പറയുന്നത്. He may be from Jew. അവനാണ് എതിർ ക്രിസ്തു. He is the Antichrist. അവൻ വന്ന് He come. തന്ത്രപരമായി സംസാരിക്കുമ്പോൾ ഇവർ ഇഷ്ടപ്പെടും. He like the people in the way deceivingly. യേശു പറഞ്ഞു, Like Jesus told, ഞാൻ ദൈവത്തിന്റെ പിതാവിന്റെ അടുക്കൽ നിന്നുള്ള സത്യം പറഞ്ഞ് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. I am from Father. I told the truth. You didn't. ഒരുത്തൻ വന്ന് സ്വന്തം നാമത്തിൽ പറയുന്നുണ്ട്, Another person will come and speak in നിങ്ങൾ his own അവനെ name. സ്വീകരിക്കും. You will accept him. ഇതന്നെയല്ലേ ഇന്ന് നടക്കുന്നത്. This is what happened today also. സത്യം പറയുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയെന്നാണ് പൗലോസ് പറയുന്നത്. I became enemy because I'm telling the truth. അതേ സോപ്പിടാനും മക്കളെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തലഹോടി പൊക്കി പറയാമെങ്കിൽ ഈ ദൈവബന്ധമില്ലാത്തവരെല്ലാം വീഴും. Other people's they buttering up and praising, then you will fall. യേശു ഉള്ളവര് പൊക്കി പറഞ്ഞാൽ ഇഷ്ടപ്പെടും. The Jesus who ഓടായിട്ട് പാട്ടെന്ന് പറയും. you just go. യേശു കൃപയില്ലാത്തതുകൊണ്ട് പിന്നെ ഇവരെ കിന്നരം വായിച്ചു കൊടുക്കണം. ശൗലിന് അഭിഷേകം പോയി. Saul lost his anointing. അഭിഷേകം പോയി കഴിഞ്ഞപ്പോൾ When he lost his anointing, ഇപ്പൊ അവന് എന്തെങ്കിലും സന്തോഷം വേണമെങ്കിൽ ആരെങ്കിലും കിന്നരം വായിച്ചു കൊടുക്കും. somebody has to play the harp. കിന്നരം വായിച്ചു കൊടുക്കും.
You have to play the harp. പൂഴ്ത്തിക്കൊണ്ടിരിക്കണം. You have to praise him. അച്ചായനെ പോലെ അച്ചായനില്ല. There is no child like you. അച്ചായൻ വന്നതിന് ശേഷമാണ് ഇത്ര. After you come here, this much development came. അപ്പച്ചൻ ഈ സെന്റ് വന്നതിന് ശേഷമാണ് ഈ സെന്റ് ഡ്രിങ്കിനായത്. After you come to the center only, this center become like this. മനസ്സിൽ പറയുന്നത് എങ്ങനെയാ? നിങ്ങൾ വന്നതിന് ശേഷം പിടിച്ചത്. In this mind, കാണുമ്പോൾ എന്താ പറയും? അപ്പച്ചൻ വന്നതിന് ശേഷം. Mind you will say something, but openly you will praise him. ഭംഗിവാക്ക് പറയുന്നവനാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. The people speaking flattery words, അതാ എല്ലാവർക്കും ഇഷ്ടം. they like it. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ നിങ്ങൾ ചാപ്പാട് കൊടുക്കണമെങ്കിൽ ഊട്ടിക്കണമെങ്കിൽ മക്കളെ കുഞ്ഞുങ്ങളെ നീ അപ്പടി ഇപ്പടി ഇപ്പടി എന്നുള്ള ചൊല്ലി ഇച്ചിരി കഴിക്കും. Even your children, you praise them, give some chocolate and make them to. പിന്നെ മൂന്നാല് പൊക്കി പറയുമ്പോൾ ഇച്ചിരി കഴിക്കും. And again you exalt them, they will eat. കുറച്ചുകൂടെ ചെറുപ്പം പഴയ കാലത്താണല്ലോ, In olden times, വേണേ കഴിക്കണമെന്ന് പറഞ്ഞ് രണ്ട് അടി കൂടെ തന്നിട്ട് പോകും. they will just beat and say, if you want, you eat. കരഞ്ഞതിന് ശേഷം After crying, അപ്പൻ അങ്ങോട്ട് മാറി ഇപ്പത്തെ അടി കൂടെ കയറി കഴിച്ചിട്ട് പോകും. and after father goes, they will go to the kitchen and eat. അങ്ങനെ വേണം വളരെ. That's how they have to grow. പിള്ളേരെ താലോലിച്ച് മക്കളെ കഴിക്കും മക്കളെ കഴിക്കും മക്കളെ. Not pampering your children. ഇതിനെല്ലാം വളർത്തിയാൽ നിങ്ങൾക്ക് തന്നെ വിനയായി തീരും. If you grow your children like this, it will be നാടോടികളെ dangerous. ജിപ്സികളെ Like gypsies, അവർ മക്കളെ പ്രസവിച്ചാല് when they give to birth to childs, ഏതെങ്കിലും ക്ഷേത്രത്തിന്റെയോ കാവിന്റെയോ ഒക്കെ കൊണ്ടുപോയി കല്ലിന്റെ പുറത്ത് കടത്തും. before the temple, they will put it upon a rock. കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ Just after the birth. അപ്പോൾ ആൾക്കാർക്ക് ഇതെന്തോ അന്യായം കാണിക്കുന്നത്. Why they are doing this? The people used to think. അവർ പറഞ്ഞു ദൈവം തന്നെ, Because God has given. ദൈവം വളർത്തിക്കോളും. God will take ഈ care. പ്രകൃതിയുടെ കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചു വളരണം. He has to suffer the worldly, the nature's അതാണ് suffering. നാടോടികളുടെ ശക്തി എന്ന് പറയുന്നത്. That is the power of gypsies. എന്നിട്ട് After that, ഇവര് സ്ത്രീകളെ പ്രസവിക്കും. the ladies give birth. എല്ലായിടത്തും അത് തന്നെ അല്ലേ? Like, പക്ഷെ ഒരു കാര്യം വ്യത്യാസം, only one difference. പ്രസവിക്കുന്ന സ്ത്രീ പ്രസവിച്ചതിന്റെ പിറ്റേ ദിവസം ജോലിക്ക് പോകും. The next day after she gives birth, she used to go to the work. അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഭർത്താവ് എഴുതുന്നുണ്ട് ഒരു മാസം കഷായം കുടിക്കണം. As a punishment, the husband has to അതെന്താണെന്നറിയത്തില്ല. drink. ഭാര്യ പ്രസവിച്ച് ഭാര്യ അടുത്ത ദിവസം ജോലിക്ക് പോകും. The next day, the wife will go to the work. ഭർത്താവിനെ കഷായം കുടിപ്പിച്ചിരുത്തും ഈ കുഞ്ഞിനെ പരിപാലിക്കാൻ വേണ്ടിയായിരിക്കും. The husband will have to take care of the child. 10 മാസം അവരല്ലേ ചോദിക്കുന്നത്. 10 months she has carried. അതാണ് അവരുടെ മെത്തേഡ്. That is their method. അങ്ങനെ പ്രിയരെ, കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം ഉണ്ടായിരുന്ന സ്ഥലമാണ് മംഗോൾ ദേശം എന്ന് പറയുന്നത്. Mongol area is മംഗോളിയർ കേട്ടിട്ടില്ലേ? മംഗോളിയർ ചൈനയ്ക്കും റഷ്യയ്ക്കും കൂടി ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ രാജ്യം. a small place called Mongolians. കേരളത്തിലെ നമ്മുടെ ഒരു ഇടുക്കി ജില്ല പോലെ അത്രയും വലിപ്പമേ ഉള്ളൂ. It is only has that much like ആ സ്ഥലത്തിലെ ജനങ്ങൾ മുഴുവൻ നാടോടികളാണ്. the peoples were there are gypsies. ജിപ്സികളാണ്. Gypsies. ഇതുപോലെ വളർന്നവരാണ്. They grown like this. പ്രകൃതിയോട് ബന്ധപ്പെട്ട് സ്വയം പര്യാപ്തം നേടിയതായ നാടോടികൾ ഒരു ചെറിയ ഗ്രാമമായിരുന്നു മംഗോളിയൻസ്. They lived in conjunction with nature and they became the gypsies. പിൽക്കാലത്തിൽ Later on, ജംഗിസ് ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവർ നേതാവായി. Genghis Khan became their leader. ഈ ഏഷ്യ, യൂറോപ്പ്, ചൈന, റഷ്യ എല്ലാം Asia, Europe, China and all these places അവരെല്ലാം പിടിച്ചെടുത്തു. they got taken. അങ്ങനെയാണ് അവർ ജംഗിസ് ഖാൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലീഡർ. Genghis Khan means universal leader. അതിന്റെ അർത്ഥം ആകാശത്തിൽ ഒരു സൂര്യനെ ഉള്ളെങ്കിൽ ഭൂമിയിൽ ഒരു രാജാവ് മതി. If there is a sun, only a single sun in the heaven, there is only one king. അവന്റെ പേര് ജമീർ എന്ന് വേണ്ട ഇല്ലയോ, ഏതൊരു പേരാ. ആ പേരിന് പിന്നെ മാറ്റി എന്നിട്ട് ആ പേര് മാറ്റിയിട്ടാണ് ജംഗിസ് ഖാൻ ഇട്ടത്. അവന്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തുവാ എനിവേ തെമോജിൻ എന്നാണ് അവന്റെ പേര്. Earlier his name was Temujin. ആ മംഗോളിയൻ പേര് തെമോജിൻ. For അവനെ Mongol. പിൽക്കാലത്തിൽ വിട്ടാണ് ജംഗിസ് ഖാൻ. Later on he got the name Genghis Khan. മംഗോളിയൻ രാജവംശം എടുത്താൽ അവനായിരുന്നു എന്റെ ഓൾ ഇൻ ഓൾ. He is all in all for the Mongolian ഒരു kingdom. നാടോടി, He is just a gypsy. മരുഭൂമിയിൽ വളർന്നവൻ. He grown in wilderness. അവനാണ് സാമ്രാജ്യം പറപ്പിച്ചത്. He made that great kingdom. അങ്ങനെ പേരിട്ടാണ് ജംഗിസ് ഖാൻ. That's why he got the name Genghis ലീഡർ Khan. എന്നാണ് അതിന്റെ അർത്ഥം. The leader of the world. അതുപോലെ ഒരു ഖാൻ പിന്നെ ഉണ്ടായിട്ടില്ല. There is no other Khan. ആ ഖാന്റെ വംശങ്ങൾ ലോകം മുഴുവൻ പോയതെല്ലാം തീർന്നറിയാം. ഇഷ്ടംപോലെ സ്ത്രീകളിൽ മക്കൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. He create lot of children wherever he goes. ഇവർക്ക് വലിയ മതമൊന്നുമില്ല. There is no religion for him. മുസ്ലിം മതത്തെ എല്ലാം ഒരുപാട് ഒതുക്കിയ കാലങ്ങളായിരുന്നു. He moved this Islam everywhere he goes. 12 13 നൂറ്റാണ്ടിലായിരുന്നു ഈ സാമ്രാജ്യം. 12th and 13th century this kingdom came. ഈ മംഗോളിയ ദേശം ചൈന കീഴടക്കി. This Mongolian kingdom China has overcome. റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യയിൽ ഗുജറാത്ത് ഭാഗങ്ങളിൽ ഇങ്ങനെ കുറെ വന്നിരുന്നു. They came onto this Russia, India and some of the places. പോകുന്നിടത്തല്ല ഇവന് ഇഷ്ടം പോലെ മക്കളാണ്. Wherever he goes he make lot of അവൻ babies. പറയുന്നത് ഇതുപോലെ എന്നെ പോലെ സന്തതികൾ വേണം ലോകത്തിൽ നിറയാനുണ്ട്. അതുകൊണ്ടാണ്. Because the world should fill like the people like me. ആവേശമല്ല, എന്നെ പോലെയുള്ള സമർത്ഥരായ മക്കൾ എല്ലായിടത്തും കാണും. Because smart children like me should capture the whole world. മതമായിരുന്നു ഇസ്ലാം.
The Islam is opposite to that. ഇസ്ലാമിൽ ലക്ഷക്കണക്കിന് ഒരുപാട് ആളുകൾ അവൻ കൊന്നു. Many people he killed in Islam. പേർഷ്യൻ രാജാവിനെല്ലാം നാട് കടത്തിയാലും ചത്തു. And he has captured the Persian king. ഇന്ത്യയിലും അവന്റെ വംശങ്ങളുണ്ടായിരുന്നു. There are some people in India also. ഇവിടെ നമുക്ക് ഒരുപാട് ഖാൻമാരുണ്ടല്ലോ അല്ലയോ? There are a lot of khans here. അംജദ് ഖാന്, ഷാറൂഖ് ഖാന്, പിന്നെ സൽമാൻ ഖാൻ, ഒരുപാട് ഖാൻമാർ. There are a lot of khans in our land also. കരിസ്മാറ്റിക് ഒരു അച്ഛന്റെ പേരും ഖാൻ എന്നാണ്. There is one and father and charismatic is name as ഖാൻ വംശം എന്ന് പറയുന്നത് ഇപ്പം അമിത്ഷായുടെ പേർഷ്യൻ വംശം, പാർസികള് there's a Persians. അവരും പാർസികള് കുടിയേറിയവരാണ്. They also came from other places. അതുപോലെ ഖാൻ വംശക്കാര്. And there is descendants of the Khan. കാരണം അതിന്റെ പ്രധാനം ഈ നാടോടികൾ, The gypsies, ദൂരം സ്ഥലമില്ലാത്ത മനുഷ്യന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് they just wanderers മനക്കരുത്താണ് നോക്കണം. because of their mind, the power of his പ്രകൃതിയോട് mind. ഇണങ്ങി ജീവിച്ച് They live in connection with the nature. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് They trust in God. അവരാണ് പിന്നീട് ഈ ലോകം കിടക്കി മനുഷ്യർ. They captured the world afterwards. ആ അംജദ് കാലുകൾ ആ ഖാൻ വംശത്തിന് ശേഷമാണ്, After this Khan emperorship, അവരിൽ നിന്നാണ് പിന്നീട് നമ്മുടെ മുഗൾ വംശം ഇന്ത്യയിൽ കയറിയ ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള 7 മുഗൾ സാമ്രാജ്യ ശക്തികൾ വന്നു. the Mughal emperorship came after this Mongolites. ഇന്ത്യയുടെ ഒരു ഐശ്വര്യകാലമായിരുന്നത്. That's a good time for മുഗൾ India. വംശക്കാർ ഇന്ത്യയെ ഭരിച്ചപ്പോൾ When the Mughal emperors ruled India, അവരങ്ങനെ ജനങ്ങളെ അന്യായപ്പെടുത്തിയായിട്ട് അറിയുന്നില്ല. they didn't torture the Indians. ഒരുപാട് പരിഷ്കാരം കൊടുത്തു. They made a lot of revolutions. ഇന്നത്തെ ഡൽഹിയിലെ കാണുന്ന പലതും താജ്മഹാളും Taj Mahal ചെങ്കോട്ട, and Red Fort, മറ്റു പല സ്ഥലങ്ങൾ, പല മസ്ജിദ്, many masjids. ഇതെല്ലാം അവരുടെ കാലത്തുണ്ടാക്കിയതാണ്. In their time, it's all built. അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങൾ At the time of Akbar, അത് ഈ ഖാൻ വംശത്തിൽ, കാരണം അവര് നല്ല യോഗ്യന്മാരായിട്ടുള്ള മനുഷ്യരെ ചേർക്കത്തുള്ളൂ, അങ്ങനെ കൂട്ടത്തുള്ളൂ. they take the very good peoples with them. അധ്വാനിക്കുന്നവര്, The peoples who can work. നമ്മുടെ നരേന്ദ്രമോദിക്കും അങ്ങനെ ഒരു ആത്മാവ്. Narendra Modi is also like that. തന്റെ പാർട്ടിയിലും കൊണ്ടുവരാത്തവരെ പുറത്താക്കും. He will throw the people. കഴിവുള്ളവരെ പുള്ളി തേടി പിടിച്ചെടുക്കും. And the smart peoples he will take in. അത് നല്ല സ്വഭാവമാണ്, എനിക്കിഷ്ടമാണ്. I like that character. പ്രയോജനമുള്ളവരെ ഉപയോഗിക്കും. And he used the useful people. അതാണ് ആവശ്യം. That's what we need. അല്ലെങ്കിൽ അവരെ പ്രയോജനപ്പെടുത്തി എടുക്കും. He will train them to do so. അത് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. He has that character. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാമും We ഈ also, മാനുഷിക വ്യർത്ഥ പ്രശംസകള്, in മനുഷ്യന്റെ പുകഴ്ത്തലുകള്, this vain glories, ഇതിനൊന്നും പോകാതെ without going there, ഇതിനെല്ലാം അടിച്ച് ജീവിച്ച് വളർന്നവരായിരിക്കണം. we have to overcome all these things to അത് ദൈവം grow. കൃപ തരും. God will give us grace. അങ്ങനെയുള്ളവരെ ലോകത്തിൽ പ്രയോജനമുണ്ട്. That kind of people is only useful. കുട്ടികളെ ടാട്ടിയും പ്രശംസിച്ചും പൊക്കിയും പറയുന്നതെല്ലാം കുറെ കഴിയുമ്പോൾ നശിച്ചു പോകും. Not the people who are boasting and praising. കിന്നരം വായിക്കുമ്പോൾ അവനൊരു ഉണർവ് വരും. Not like playing harp. കിന്നരമായി നിർത്തുമ്പോൾ അവന്റെ തനി സ്വഭാവം വരും, കുന്തുകൊടുത്ത് അവനെ തന്നെ കുത്താൻ തുടങ്ങും. After finishing the harp, ഗുണം ചെയ്തവനെ തന്നെ കുത്താൻ തുടങ്ങും. and he will kill the person who played ഇതാണ് this അഭിഷേകം music. നഷ്ടപ്പെട്ടു പോയാൽ സ്വയനീതി. This is what happens when you lose the anointing. നമ്മൾ വിടുവിക്കപ്പെടണം. We have to get rid of this. അസീറിയൻ കിങ്ഡം, The Assyrian kingdom, നിഗളം, that is pride, യഹൂദന്റെ പാപമാണ്. the sin of the angel. യഹൂദന് നിഗളം കയറുന്നതുകൊണ്ട് അവരെ ആ അടിമത്തത്തിലേക്ക് വിടും. When the Jews has this pride, then they will go to അങ്ങനെ this captivity. അസീറിയ സാമ്രാജ്യം അവരെ ഭരിക്കും. And the Assyrian kingdom will rule them. അതാണ് 3.5 വർഷം അല്ലെങ്കിൽ യഹൂദന്റെ കഷ്ടകാലം. That is the tribulation period of 3.5 years for യാക്കോബിന്റെ Jews. കഷ്ടകാലം ഒന്നില്ല. യാക്കോബിന്റെ കഷ്ടകാലം എന്നൊരു വാക്യമുണ്ട്. There's a tribulation time for Jacob. യാക്കോബിന്റെ കഷ്ടകാലം, Tribulation time of Jacob. ആ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാലഘട്ടമാണ്. This is the time. അപ്പൊ അത് 31:8 ആണോ? 30:7 വായിച്ചേ. ഇരമ്യ 37. ഏറ്റവും വലിയ കഷ്ടമുദ്രകാലമാണ്. High tribulation ഇതുപോലെ time. സഭയും Church also. സഭയും എന്ത് ചെയ്യും? ഈ അസീറിയൻ സാമ്രാജ്യത്തിന് കീഴിൽ പോകേണ്ടി വരും. And church also has to go under this Assyrian captivity. ലോകപ്രകാരം കർത്താവിന് വരവിന് മുമ്പ് വ്യക്തികൾ അങ്ങനെ ദൈവം പരിശോധന കൂടെ വിട്ട് ശരിയാക്കും. Many people will get trained through the tribulation, കഠിന പരിശോധന കൂടെ വിട്ട് through many hard trials. ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവരും. God will take us back. എന്നാൽ സഭ കൈവിടപ്പെട്ട് കഴിയുമ്പോൾ But when the church is forsaken, ഇതേ അസീറിയൻ ശക്തിക്ക്, this Assyrian power, അശൂരിന്റെ അടിമത്തത്തിലേക്ക് the captivity of Assur, 3.5 വർഷം സഭ പോകേണ്ടി വരും. the church also has to go under അതാണ് this. ഉപദ്രവകാലം. That is called tribulation ഈ period. കാലത്തെ കുറിച്ച് About this period, യെശയ്യാ 10:2, Isaiah 10:2, 10:5, 10:5, 10:24, 10:24, യെശയ്യാ 14:24, 26, Isaiah 14:20, എസെക്കിയേൽ 7:5, 10. Ezekiel 7:20. ഇതെല്ലാം ഈ അശൂറിന്റെ ശക്തിയെ കാണിക്കുകയാണ്. It all shows the power of Assyria. പക്ഷെ അശൂർ ശക്തിപ്പെട്ട് When this Assur gets ഇതെല്ലാം strengthened, കാണിച്ചതിന് ശേഷം after shows all these things, ദൈവം പറഞ്ഞു, ഞാൻ അശൂറിനെ സന്ദർശിക്കുന്ന ഒരു സമയം വരും. and there will be a time I will visit Assur. വായിച്ചേ, യെശയ്യാ 10:27 വായിച്ചേ. Isaiah 10:27. യെശയ്യാ 10:27. ആ ഇല്ല, യെശയ്യാ 31:8 വായിച്ചേ. യെശയ്യാ 31:8.
യെശയ്യാ 31:8. ആ, എന്നാൽ അശൂർ പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും. അവസാനത്തിൽ At the end, അശൂർ പുരുഷന്റെ അല്ലാത്ത വാളിനാൽ വീഴും. Assur will fallen by a sword. ഇംഗ്ലീഷ് വായിച്ചേ. Then shall the Assyrian fall with the sword, ആ, not of a mighty man and the sword. ആ. നോക്കണം, മനുഷ്യന്റെ വാളിലല്ല Not of the mighty person's sword. അവൻ വീഴും. He will just fall. എപ്പോൾ വീഴും? When? വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിന്റെ 15 വായിച്ചേ. Revelations 19:15. വെളിപ്പാട് ദിവസം 19-ന്റെ 15-ഉം 19. 19:15 and 19. And out of his mouth goeth a sharp sword, that it shall be smite the nations, and he shall rule them with a rod of iron. Oh. And he treadeth the winepress of the fierceness and wrath of Almighty God. ആ, And I saw the beast and 19. and I saw the beast and the kings of the earth and their armies gathered together to make war against him Oh. that sat on the horse and against his army. ആ, അടുത്ത. And the beast was taken with him, the false prophet that wrought miracles before him, which he deceived them that had received the mark of the beast and them that worship his image. These both were cast alive into the lake of fire. ലേക്ക് ഓഫ് ഫയർ. മലയാളം വായിച്ചേ. 19-ന്റെ 15-ഉം 19. വെളിപ്പാട് ദിവസം 19-ന്റെ ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ. നോക്കണം, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ. To smite the heathen, there is a sword from his mouth. സക്കറിയ 14-ാം അധ്യായത്തിൽ കഴിയുമ്പോൾ Zechariah 14th chapter. ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ടും For Israel's 1000 വർഷ salvation, ഭരണത്തിനായിട്ടും for millennial യേശു reign, തന്റെ വിശുദ്ധന്മാർ ഉലുമലയിൽ വരുന്ന സമയം Jesus and the saints will come ഈ out upon the അശ്ശൂരിയ olive. രാജ്യത്തിന്റെ അവസാനത്തെ ചക്രവർത്തിയായ എതിർ ക്രിസ്തുവിനെ, The Antichrist, who is the last emperor of the Assyrian kingdom, കള്ളപ്രവാചകനെയും the false prophet, മനുഷ്യന്റെ വാളല്ല, not by the sword of the man, യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന വാൾ വചനം കൊണ്ട് അവനെ ഡിഫീറ്റ് ചെയ്ത് അവനെ അഗ്നിയിലേക്ക് the തള്ളി. sword by the word of the Jesus Christ, the word. അപ്പോൾ 7-ാമത്തെ ദൂതൻ കാഹളമൂതും. The seventh angel will make the ഇതുപോലെ trumpet. നമ്മുടെ ജീവിതത്തിലെയും In our life, ഈ അടിമത്തങ്ങളെ നാം കണ്ടുപിടിച്ച് we have to understand നമ്മളെ about തന്നെ these താഴ്ത്തി captivities. പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് വരണം, അല്ലെങ്കിൽ നിലവിളിക്കുന്നവരായി തീരണം. We have to cry. കൃപയുടെ യാതിയുടെ ആത്മാവിനെ പകരണം. I will give this spirit of supplication and grace. 9-ാം അധ്യായത്തിൽ ദാനിയേൽ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന പോലെ When Daniel 9, like Daniel is praying, നാം ഈ കാലങ്ങളിൽ നമ്മുടെ മേൽ വാഴുന്ന ശക്തികൾ ഉള്ളപ്പോൾ നാം താഴ്ത്തി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. in this time we also humble ourselves and pray. അങ്ങനെ വിടുതൽ പ്രാപിച്ച ജനമാണ് When we get this deliverance, എസ്രാ 1-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുമ്പോൾ in Ezra 1 we read, അവർ തിരിച്ച് യെരുശലേമിൽ വന്ന് they come back to Jerusalem, വീണ്ടും തന്റെ ആലയം പണിയുന്നത്. they will build the temple അതാണ് again. തേജസ്സിന്റെ ആലയം. That is the glorious അതാണ് church. കർത്താവിന്റെ വരവിൽ ഒരുക്കപ്പെടുന്ന സഭ. That is the church will be caught up അത് with the സക്കറിയ coming of the 4:6 Lord. വായിക്കുമ്പോൾ സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനല്ലേ. This way, not by might, not by power, but by spirit. അതാണ് നമ്മൾ ദാനിയേൽ വായിക്കുമ്പോൾ That's what we read in Daniel 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ 9:25. യഥാസ്ഥാനപ്പെടുത്തുന്ന സമയം, The time the restoration came. യെരുശലേമിനെ യഥാസ്ഥാനത്തിൽ പണിയുവാൻ കൽപ്പിക്കുന്ന സമയം. This is the time when the Jerusalem built in restoration. അത് വായിച്ച് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുന്ന. Know therefore and understand that from going forth of this commandment to restore and to build Jerusalem and to Messiah the Prince shall be 7 weeks. 7 ആഴ്ചവട്ടത്തിൽ അത് പണിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 കൊരിന്ത്യർ 13:9 വായിക്കുമ്പോൾ 2 Corinthians 13:9. അവരുടെ യഥാസ്ഥാനത്തിനായി പ്രാർത്ഥിപ്പീൻ. Pray for his restoration. നാം അവരുടെ യഥാസ്ഥാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. We have to pray for its restoration. വായിച്ചേ, യഥാസ്ഥാനത്തിനായിട്ട് പ്രാർത്ഥിപ്പീൻ. For we are glad when we are weak, and ye are strong, and this also wish even your perfection. നോക്കണം, ആ പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത എത്തുവാൻ To reach the perfection, യഥാസ്ഥാനത്തിനായി നാം പ്രാർത്ഥിപ്പീൻ. we need to pray for this perfection. നോക്കണം. അപ്പം ഇതാണ് നമുക്ക് ഈ കാലത്തിൽ ആവശ്യം. This is what we need these നാം days. ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടണം. We should be restored in the presence of God. 3-ാമത്തെ ആലയമായ തേജസ്സിന്റെ ആലയമായി പണിയപ്പെടും. The third temple, the temple of Jerusalem. അതാണ് ഈ പറഞ്ഞ എസ്രാ, നെഹമ്യ, This is Ezra and Nehemiah. ഹഗായി, സക്കറിയ പുസ്തകങ്ങളിൽ കാണുന്നു. Haggai, Zechariah, we need. ആ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ When we read these books, എങ്ങനെയാണ് ഈ 3-ാമത് നാം ദൈവസന്നിധിയിൽ പണിയപ്പെടുന്നത്, how we can be built in the വീണ്ടും third, നമ്മുടെ മേൽ കർത്തൃത്വം ചെയ്ത ഈ ശക്തികളിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കും. how we can get delivered from the powers. അതും അഭിഷേകത്താലാണ്.
through how it's through അതിനാണ് anointing. സക്കറിയ 10 വായിക്കുമ്പോൾ പിന്മാരി. That's by the latter rain we read in പിന്നീടുള്ള Zechariah. എല്ലാ അധ്യായത്തിലും അതിൻ്റെതായ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. We can see all these chapters about this. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനത്രേ. Not by might, not by power, but by ആ spirit. പണിയപ്പെടുന്ന ആലയമാണ് തേജസ്സിന്റെ ആലയം. That temple is the temple of നമുക്കും glory. അതിന് ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കാം. We also has to wait for the നമ്മുടെ മേൽ deliverance. വാഴുന്ന മിസ്രൈമേ ശക്തി, The Misraim's power, യേശാവിന്റെ നുകം, the yoke of Asa, നെബൂഖദ്നേസറിന്റെ നുകം, and the yoke of Nebuchadnezzar, ബാബിലോണിയ ശക്തികൾ, and the Babylonian spirits, പിന്നീട് അസീറിയ നിഗളത്തിന്റെ ശക്തി, and Assyria the pride, നാം തന്നെ വരുത്തി നമ്മുടെ മനോവികാരങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുന്ന പാപത്തിന്റെ ശക്തി, and the sin it comes from our lusts. രണ്ടാമത് നമ്മൾ തന്നെ നമ്മളെ ജഡത്തിൽ വെളിപ്പെടുത്താനും പ്രശംസിപ്പാനും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വയം പൂഴ്ത്തി വരുന്ന ബാബിലോണിയ നുകം. There's a Babylonian captivity comes from self-praising. അതിനുശേഷം നിഗളത്തിന്റെ ശക്തി. After that, the spirit of pride. ഇതെല്ലാം നമുക്ക് വിടുതൽ പ്രാപിച്ചെടുക്കണം. We have to get rid of all these spirits. അതിന്റെ മറ്റൊരു ചിത്രീകരണമാണ് നമ്മൾ സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ That's why we read in Numbers 21. ഇസ്രായേൽ ജനം കാദേശിൽ In Israel, people in Kadesh, അവിടെ 38 വർഷം ഇങ്ങനെ കറങ്ങിയടിച്ച് ജീവിച്ച് 38 years they will be അവര് wandering. നേരെ മേലോട്ട് പോകുന്ന വിചാരിക്കുന്നത്. They thought they will go straight away to heaven. നേരെ മലമുകളിൽ കൂടെ അപ്പുറത്തോട്ട് ഇറങ്ങി ഇസ്രായേലിൽ പോയി താമസിച്ച് കനാൻ ദേശം പോകുന്നതാണ് അവർ വിചാരിച്ചത്. They thought that through straight away from the mountain they അപ്പോഴാണ് can go to 21 Israel. അധ്യായത്തിൽ പാണ് നിങ്ങൾ തിരിഞ്ഞ് രണ്ടാം വാക്യം വായിച്ച് 25. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി വീണ്ടും താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞു. സംഖ്യ നമ്പേഴ്സ് 21 first and second. And when the king Arad, the Canaanite, which dwelt in the south, heard tell that Israel came by the way of spies, then he fought against Israel and took some of the prisoners. And Israel vowed a vow unto the Lord and said, if thou wilt indeed deliver this people into my hand, then സംഖ്യ 21:1. Deuteronomy. ആവർത്തന പുസ്തകം 2:1 വായിച്ചു ആദ്യം. ഡ്യൂട്രോണമി അതാദ്യമായി. അതിനുശേഷം സംഖ്യാപുസ്തകം 21 അധ്യായത്തിൻ്റെ 21 നിങ്ങൾ തിരിഞ്ഞ് അതാ 21 താഴെ ഇവിടെ അല്ല 21 അധ്യായം. നിങ്ങൾ തിരിഞ്ഞ് വീണ്ടും അതിൻ്റെ 4 വാക്യം വായിച്ചു. 21:4. And they journeyed from Mount Hor by the way of Red Sea to compass the land of Edom, and the soul of the people was much. വീണ്ടും തിരിഞ്ഞ് നിങ്ങൾ ചെങ്കടൽ വഴിയായി വരണം. You have to turn and you have to walk by the Red Sea. ചെങ്കടൽ കൂടെ ഇറങ്ങാനല്ല, Not through the Red ചെങ്കടലിന്റെ Sea, ഓരം വഴി വരണം. by the way of the Red Sea. വീണ്ടും ജ്ഞാനസ്നാനത്തിന് ഉപദേശം. Again the doctrine of baptism. നിങ്ങൾ മരിക്കണം, You have to die once വീണ്ടും നിങ്ങൾ again. ഉയർപ്പിക്കപ്പെടണം. Then you have to be resurrected again. അങ്ങനെ വീണ്ടും നിങ്ങൾ പുതുക്കപ്പെടുമ്പോൾ But once again you got ആ restored. 21 അധ്യായത്തിലൂടെ വായിച്ചു വരുമ്പോൾ 21 we can അവിടെ read. 4 ശക്തികൾ, There are 4 spirits. 4 ശക്തികളോട് വാഴുന്നതായിട്ട് കാണാൻ കഴിയുന്നു. There are 4 powers are ഒന്ന് അമോന്യ ശക്തികൾ, one is the power of Ammonites. അമോരിയ ശക്തികൾ. First one is Ammonites. മറ്റൊന്ന് Second one, പിന്നെ അമാലേക്യ ശക്തികൾ, and Amalekites, spirits of മോവാബ്യ Amalekites, ശക്തികൾ. and Moabites, മറ്റൊന്ന് ബാഷാൻ ശക്തികൾ. and the Bashan. അതിന്റെ 21 വാക്യം വായിച്ച്. 21 of 21. അവിടുന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോൻ അമോര്യര്, ആദ്യമായിട്ട് അമോര്യർ. Amorites, അമോര്യർ എന്ന് പറഞ്ഞാൽ പരിഹാസത്തിന്റെ ആത്മാവ്. the spirit of scorner. 24 വാക്യം വായിച്ച്. ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി അർന്നോൻ മുതൽ യാബോക്ക് വരെയും അമോന്യർ ലോകത്തിലുണ്ടായ ജാലസന്തതി. അതിന്റെ അർത്ഥം ഈ അന്ത്യകാലത്ത് പരസംഗം, വ്യവസ്ഥ തെറ്റിയുള്ളതായ പാപ സ്വഭാവങ്ങളിൽ മനുഷ്യരുടെ വിടുക. Some peoples with the fornication. കാണാറില്ലയോ? ക്ലബ്ബിൽ കൊണ്ടുപോയി ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. On the club they share the wives. കുടുംബജീവിതത്തിന്റെ മാന്യത കളയുക. They are throwing ബോധിച്ചവരെ away സ്വീകരിച്ചുകൊണ്ട് പോകുന്നൊരു കാലം. they accept whatever they want. ആരുമായിട്ട് പാപം ചെയ്യാൻ ലൈസൻസ് കൊടുത്തിരിക്കുക. There is a license to do sin with anyone. സ്വന്തം അമ്മയെ പോലും കല്യാണം കഴിക്കാന്നുള്ള നിയമം വന്നിരിക്കുക. You can marry your mother also, there is a സ്വന്തം law. പെങ്ങളെ കല്യാണം കഴിക്കാം. You can marry your sister അത് also. തടസ്സമല്ല. There is no ഈ അമോന്യ problem. ശക്തി, This is the power of Ammonites. ഈ ശക്തികളാണ് ഈ കാലത്ത് നമ്മൾ വ്യാപിക്കുന്നത്. This is a spirit working in ബന്ധങ്ങളും these days. നിയമങ്ങളെല്ലാം തകർച്ചുള്ള There is no relationships and now breaking all these മൂന്നാമതായി relationships. മോവാബ്യർ. The third one is Moabites. അതാ 28. ഹെശ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു. മോവാബിലെ ആരിനെയും മോവാബിലെ ആര്? മോവാബ് എന്താ?
What is Moab? നിഗള It's a സ്വഭാവം, pride. മനുഷ്യനുണ്ടാകുന്ന അഹംഭാവം. The pride in the man. അടുത്തത് ബാശാൻ, The Bashan. 29. 29. മോവാബേ, നിനക്ക് കാ കഷ്ടം. ഏ? കെമോശിന്റെ 33 വായിച്ചേ. ബാശാൻ രാജാവായ തന്റെ ഓഗ്. Oh, ആരെ who is the ബാശാൻ? king? Who is Bashan? കർത്താവായ യേശുവിന്റെ മരണസമയത്തിൽ When the Lord dies, ബാശാൻ കുറ്റന്മാർ അവനെ ഞെരുക്കി. and the bulls of Bashan has encompassed him. 22 സങ്കീർത്തനത്തിൽ വായിക്കും, ബാശാൻ കുറ്റന്മാർ എന്നെ വളഞ്ഞെന്നാണ്. 22nd Psalm we മരണഭയം, read, മരണഭയം. it is the fear of death. പിതാവേ പിതാവ് എന്നെ കൈവിട്ടെന്ന് ചോദിച്ചില്ലേ? Oh Father, Father, why you forsaken അപ്പോൾ me? നമ്മളിപ്പോൾ ഈ ഒരു ഓർഡിനറി ജീവിതം പെന്തക്കോസ്തുകാർ ജീവിച്ചാൽ Even though we live an ordinary നമുക്ക് life, ഇതിനെ ജയിക്കാൻ we ഒക്കത്തില്ല. cannot overcome this. ഇതിനെ ജയിക്കണമെങ്കിൽ To overcome this, നാം വീണ്ടും താഴോട്ട് വരണം. once again we have to come നമ്മളെ down. തന്നെ We ശുദ്ധീകരിക്കണം. have to sanctify വീണ്ടും ourselves. നാം വിനയപ്പെടണം. We have to, അപ്പൊ നമുക്ക് അമോര്യരെയും then we can, അമോര്യ ശക്തികളെയും Ammonites, മോവാബ്യരെയും Moabites, അവസാനമായി ഒടുക്കത്തെ ശത്രുവായി മരണത്തെയും, the last, the one that death. അങ്ങനെ മരണത്തെ ജയിച്ച് ഈ ശക്തികളെ ജയിച്ചു വന്നെങ്കിലേ When we overcome these spirits, നിനക്ക് കനാനിൽ പ്രവേശിക്കാൻ then ഒക്കത്തുള്ളൂ. only we can enter into Canaan. കനാൻ പ്രവേശിക്കണമെങ്കിൽ To enter into ഈ Canaan, ശക്തികളെ ജയിച്ചു വരുന്ന വിശുദ്ധന്മാർ you have to overcome these spirits. And it അവരാണ് becomes safe. യോർദാനിൽ വരുമ്പോൾ When they come to the Jordan, യോർദാൻ തന്നെ പിരിഞ്ഞു, അവരുടെ കാല് തൊട്ടപ്പോഴേ പിരിഞ്ഞു പോയി. when their feet touch the Jordan, ജയം it's പ്രാപിക്കുന്നതിന് departed. എന്നോട് കൂടി. ജയം പ്രാപിച്ചവർക്കാണ് ഈ ലോകം മാറിക്കൊടുക്കുന്നത്. The people who overcome, then only the world will ജയം depart. പ്രാപിക്കുന്നവർക്ക് മരണം മാറിക്കൊടുക്കും. The death will depart from the അല്ല overcomers. നമ്മളിപ്പോ ഒരു ഓർഡിനറി പെന്തിക്കോസ് ജീവിതം കഴിച്ച് ഇങ്ങനെ കുറെ സാധനവും കിട്ടി മാനവും കിട്ടി പല ശക്തികളും നമ്മൾ വാഴുക. Many powers are dominating in us. അതുകൊണ്ട് പലർക്കും വയ്യ. Many people are very ഓ weak. ഇനി അങ്ങോട്ട് താഴാൻ വയ്യ, I don't want to go down ഉള്ള anymore. പോസ്റ്റ് കളയാൻ വയ്യ, I don't want to lose my position. ഉള്ളത് മതി, It's enough. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി അറിയാം. I know other way. അങ്ങനെ അഹങ്കരിച്ചവര് If you are prayed like ഈ this, സ്ഥലത്ത് താഴോട്ട് വരാതെ without coming അവർ back, ഓർമ്മയിലേക്ക് മലയിലേക്ക് കയറിപ്പോയി. they will straight away go to the mountain. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആരും വകുപ്പ് വേണ്ട. I don't want your ഈ counsel. കാലത്തിൽ അങ്ങനെ പ്രയാസം, ഓ കൂട്ടായ്മയുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. There is no need of fellowship. നിങ്ങൾ ആരും We ഞങ്ങളെ know. സ്വർഗത്തിൽ കൊണ്ടുപോകണ്ട, You want to bring us heaven. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. I know this. അങ്ങനെ നിഗളികളായിട്ട് അവരെ മേളിൽ കയറി These kind of pride people go in the top of the mountain. അമാലേഖർ അവരെ നശിപ്പിച്ചു കളഞ്ഞു. And Amalekites killed them. അമാലേഖർ എന്ന് പറഞ്ഞ ജഡം തന്നെ അവരെ നശിപ്പിക്കും. Amalekite means it shows the എന്നാൽ flesh. അനുസരിച്ച് വന്നവര് The people who obeyed, തങ്ങളിലുള്ള ഈ പ്രാകൃത ശക്തികളെ ജയിച്ച് they overcome this യോർദാനിൽ worldly nature. ചെല്ലുമ്പോൾ When they go to the Jordan, യോർദാൻ രണ്ടായി പിരിഞ്ഞു. and the Jordan split it into two. യോർദാനെ നീ പിന്മാങ്ങുന്നത് Why Jordan will go back? 14 സങ്കീർത്തനം യോർദാനെ നീ പിന്മാങ്ങുന്നത്. 14 Psalms we see യോർദാൻ this. പിരിഞ്ഞു പോയി. And the Jordan split. അവരാണ് കർത്താവിന്റെ ഒരു എടുക്കപ്പെടുന്നത്. They will cut up in the ഈ coming of the ഭൂമി Lord. മാറിക്കൊടുക്കും, വേണ്ട The ഞങ്ങൾക്ക് whole തൊടാൻ world ഒക്കത്തില്ല. will split and accept us. ഭൂമി മാറിക്കൊടുക്കും. And the whole world will move. അവർ ജയം പ്രാപിച്ചവരായി കാഹൾ ധ്വനിയോട് As പറക്കും. an overcomer, they will go to the coming of the Lord. അതിന് നാം പറക്കുന്നതിന് മുമ്പേ Before going that, നമ്മളൊരു വലിയ ശുദ്ധീകരണ ദൈവം നടത്തും. we need a sanctification. നമ്മുടെ എല്ലാ പോസ്റ്റും പൊസിഷനും കളയും. All the post and position will go വീണ്ടും off. നിങ്ങൾ ശിശുക്കളെ പോലെ താഴ്ത്തുന്നില്ലെങ്കിൽ, If we are humbling ourselves ശിശുക്കളെ പോലെ താഴ്ത്തുന്നില്ലെങ്കിൽ as the children now, ഈ children, പറഞ്ഞ രാജ്യത്തിൽ പ്രവേശിക്കാൻ we കഴിയും. cannot enter into this kingdom. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, Let us humble ourselves. വിനയപ്പെടുത്താം, Let us humble നമ്മുടെ ourselves. തെറ്റുകളേറ്റ് പറയാം, We can repent of our കർത്താവ് sins. പറയുന്ന കൽപ്പന പ്രകാരം ജീവിക്കാം, We live according to the law of the അവരുടെ God. ഇഷ്ടം നമുക്ക് ചെയ്യാം. We do the will of God. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യോർദാനെ നീ ഭയപ്പെടും, കാണുന്നേശുവേ മറുകരയിൽ. യോർദാനെ മോയിനി കാണുന്നേശുവേ മാറു. വിശ്രാമത്തിലണയും വിശുദ്ധഗണ കാന്തയായി വാഴുമേ സ്വർഗത്തിൽ. ഇതിൽ പരം ഭാഗ്യമുണ്ടോ? കാന്തയായി വാഴുമേ സ്വർഗത്തിൽ. ഇതിൽ പരം ഭാഗ്യമുണ്ടോ? യേശുവേ പ്രാണനാഥ, നിന്നോട് ചേരും നാളെനിക്കു ലാഭം. യേശുവേ പ്രാണനാഥ, നിന്നോട് ചേരും നാളെനിക്കു ലാഭം. ഹല്ലേലൂയ പാടിടും.